ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതവും നന്ദയും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു സമയത്ത് ഗൗതം നന്ദയുടെ ജീവിതത്തെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുവാണ്. അപ്പോൾ നന്ദയാണെങ്കിൽ തനിക്കത് പറയാൻ താല്പര്യമില്ലെന്നും പറഞ്ഞു. നീ എന്നെ ഒന്ന് കേൾക്കണം എന്ന് ഗൗതം നന്ദയോട് പറയുമ്പോൾ എനിക്കതും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ നന്ദ പറയുക. അങ്ങനെ അതും പറഞ്ഞിട്ടാണ് നമ്മുടെ നന്ദ അവിടെ നിന്ന് ഗൗതത്തിനെ ഇറക്കി വിടാൻ പറ്റാത്തൊരിതിൽ ഇന്ന് ഇറങ്ങി പൊക്കോളാൻ പറയുന്ന ഒരു ഇതിൽ പറഞ്ഞു വിടുന്നത്. അതൊരു നന്ദയാണെങ്കിൽ കൊച്ചുങ്ങളുടെ അരികിലേക്ക് പോയിട്ടോ. ഗൗതം ആണെങ്കിൽ ഒരു സെക്കൻഡ് അവിടെ ഇങ്ങനെ ആലോചിച്ച് നിന്നു. ഒന്നിനും ഒരു പിടുത്തം നന്ദ തരുന്നില്ല. എന്താണ് ഇതിൻ്റെ വാസ്തവമെന്ന് ഗൗതത്തിന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ നന്ദ പോയപ്പോൾ ഗൗതത്തിന് ഭയങ്കര ഒരു ഇതായി. ഗൗതം ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. അത് കഴിഞ്ഞ് ഗൗതം അങ്ങ് പോയിട്ടോ. ഈ സമയത്ത് വീട്ടിൽ ഇന്ദീവരത്തിൽ അവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അതായത് നമ്മുടെ ലക്ഷ്മിയും അതുപോലെ മോഹിനിയും അരുന്ധതിയും ഇവരെല്ലാവരും കൂടി പിങ്കി ഇന്നലെ കാണിച്ചു കൂട്ടിയതിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിങ്കി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെ പറ്റിയൊക്കെ എന്നാലും അത് മോശമായിപ്പോയി, എന്തൊരു കഷ്ടമായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. നന്ദയാണ് അത് കാണിച്ചിരുന്നതെങ്കിൽ അവരത് കൈകൊട്ടി ചിരിച്ചേനെ. പിങ്കി അത് ചെയ്തപ്പോൾ അവർക്കത് മോശം, സങ്കടം, വിഷമം, ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് പറയുക. അപ്പോൾ എന്നാലും നീ പിങ്കിമോളോട് കാണിച്ചത് വളരെ വളരെ മോശമായിപ്പോയി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ മോഹിനിയോട് ലക്ഷ്മി പറയുമ്പോൾ, ആഹാ അത് കൊള്ളാം, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ പ്ലാൻ ചെയ്തത് കാര്യങ്ങളെല്ലാം, എന്നിട്ട് പിന്നെ എൻ്റെ തലയിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. പിങ്കിമോൾക്ക് കൊടുക്കാനാണോ നിന്നോട് പറഞ്ഞത്? അത് നന്ദയ്ക്ക് കൊടുക്കാനായിരുന്നില്ലേ പറഞ്ഞത്? നന്ദയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സാധനം നന്ദ എടുത്ത് കുടിക്കാതെ അത് പിങ്കി എടുത്ത് കുടിച്ചതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. അവളോട് ആരാ ഓടി വന്നതെടുത്ത് കുടിക്കാൻ പറഞ്ഞ്, അതുകൊണ്ടല്ലേ അതങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ സംഭവിച്ചത് കൊണ്ട് നിങ്ങളെന്തിനാ എന്നെ പഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ലക്ഷ്മിക്ക് അരുന്ധതിക്കും വായിൽ നാവില്ല, രണ്ടുപേരും മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാര്യം ഇവർ സംസാരിച്ചും തർക്കിച്ചും ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും മോഹിനി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പിങ്കി എടുത്ത് തലയിൽ വെച്ചോ, പക്ഷേ എന്നെ ചുമ്മാ കുറ്റക്കാരിയാക്കാനൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്തു. അതിൽ ചെറിയൊരു ഫ്ലോപ്പ് പറ്റിയപ്പോൾ എല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് ഇട്ട് തന്നിട്ട് നിങ്ങൾ തലയൂരാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നന്ദയോടുള്ള പക വീട്ടാനല്ലേ നിങ്ങളങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മോഹിനി തിരിച്ചങ്ങോട്ടേക്ക് ചോദിക്കാം. മോഹിനി അങ്ങനെ തിരിച്ച് 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിയുടെ കണ്ണടകയറ്റൽ തുടങ്ങി. പിന്നെയും ഭയങ്കര ഇതിലിങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ തലയും കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇവർ ആ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയത്ത് പിങ്കി അവിടെ വീട്ടിൽ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. കനകമ്മ അങ്ങ് ചെന്ന് പിങ്കിയെ കണ്ടു. എന്താ കനകമ്മേ, മോളെ ഓക്കെ ആയോ എന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ ഓക്കെ ആകാതിരിക്കാൻ എന്താ കുഴപ്പം? അല്ല എന്നാലും മോളെ നിനക്കിങ്ങനെ ഒരു ചതി പറ്റിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പം ഈ 3 പൂതനകളും കൂടി ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ കനകമ്മ അപ്പുറം മാറി നിന്ന് ഒളിച്ചു നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരാണ് ഇതിനകത്ത് പ്രാണ്ടി കലക്കിയതെന്നും അതുവഴിയാണ് പിങ്കിക്ക് ഈ ഒരു ഇത് സംഭവിച്ചതെന്നും കനകമ്മ കൃത്യമായിട്ട് മനസ്സിലാക്കി. പിന്നെ പിങ്കിയോടൊരു ഭയങ്കര ഇഷ്ടവും സ്നേഹവും കരുതലും ഒക്കെ കൂടുതലുള്ള കൂട്ടത്തിലാണ് കനകമ്മ. അതുകൊണ്ട് തന്നെ കനകമ്മ ഇത് നേരെ നിന്ന് പിങ്കിയോട് പറയാം, ഇന്നലെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. എന്താ സംഭവിച്ചെന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ, എന്നാലേ നിനക്ക് അറിയുന്നതൊന്നും അല്ല മോളെ സത്യം. നിനക്കിപ്പോഴും ഇവിടെ ഒരു പിടിച്ചു നിൽപ്പായിട്ടില്ല. നിന്റെ ജീവിതം ഇപ്പോഴും തോണിയിൽ ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. കനകമ്മ എന്തൊക്കെയാണ് പറയുന്നത്? കനകമ്മ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം തലയിട്ടാൽ മതി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കനകമ്മ തലയിടാൻ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും പിങ്കിമോളോട് പറഞ്ഞിട്ടില്ല. പിങ്കിമോളുടെ നന്മയൊന്ന് വിചാരിച്ചു മാത്രമേ ഈ കനകമ്മ എന്തെങ്കിലും പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞത്. മോളെ മനഃപൂർവ്വം വെട്ടിൽ വീഴ്ത്തിയത് അതെന്ന് പറഞ്ഞു. എന്നെ മനഃപൂർവ്വം വെട്ടിൽ വീഴ്ത്തിയതെന്നു? ആ നന്ദയെന്ന് പറയുന്ന കൊച്ചിന് വേണ്ടി ഒരുക്കി വെച്ച കെണിയാണെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അതിൽ മോഹിനി എന്തോ തിരിമറി നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു. മോഹിനി ചെറിയമ്മ എന്ത് ചെയ്തെന്ന് ഈ പറയുന്നത്? ഇപ്പം അവരെല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നന്ദയെ എന്താണ്ടൊക്കെയോ കാണിക്കാൻ വേണ്ടി. പക്ഷേ അതും മോള് ജ്യൂസ് എടുത്ത് കുടിച്ചതോടുകൂടി നേരെ കാര്യങ്ങൾ വട്ടം തിരിഞ്ഞു. മോഹിനി ഇപ്പോൾ മോളുടെ അമ്മയമ്മയെയും അതുപോലെ വല്യമ്മയെയും അവിടെ പഴിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാണുന്നത് പോലെയൊന്നും അല്ല മോഹിനിക്ക് മോളോടോ അതുപോലെ നന്ദുമോനോടോ ലേശം സ്നേഹം പോലുമില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവരെ വളരെയേറെ മോള് സൂക്ഷിക്കണം. ഇന്ന് മോൾക്ക് തന്ന ഈ ഒരു പണിക്ക് നാളെ ഉറപ്പായിട്ട് ഒരു തിരിച്ചടി കൊടുത്തിരിക്കണം. അവളുടെ മേലെ എപ്പോഴും ഒരു കണ്ണ് അത് വേണമെന്നും പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പിങ്കിയോട് ഇങ്ങനെ പിങ്കി എന്നേരം കനകമ്മയോട് ചോദിക്കുക.
നാളെ ഒരു പക്ഷേ നന്ദുമോൻ നിങ്ങളുടെ മകനല്ല എന്ന് പോലും ഈ മോഹിനി എന്ന് പറയുന്ന പുള്ളിക്കാരി നന്ദുമോനോട് പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായി പിങ്കിക്ക്. മോഹിനിയുടെ സ്വഭാവം വെച്ച് മോഹിനി അത് ചെയ്യുമെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്നും അത്രയ്ക്ക് മോഹിനിക്ക് നന്ദുമോനോട് വിരോധം ഉണ്ടെന്നുള്ള കാര്യങ്ങളും പറയുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ പിങ്കിക്ക് മനസ്സിലായി, ശരിയാണ്, അങ്ങനെ എന്തെങ്കിലും ഇവർ പറഞ്ഞാൽ പണി പാലുവെള്ളത്തിൽ കിട്ടുമോ എന്നുള്ളത്. എന്നിട്ട് പിങ്കി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ മോള് വളരെ ഏറെ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകാനെന്നും അല്ലെങ്കിൽ പണി കിട്ടുമെന്നും പറഞ്ഞിട്ട് കനകമ്മ അവിടെ നിന്ന് അങ്ങ് പോയി. കനകമ്മ പോയി കഴിഞ്ഞപ്പോൾ അതേ പിങ്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ശരിയാണ്, കനകമ്മ പറഞ്ഞതിലൊരു സാധ്യതയുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയും പിള്ളേരും കൂടി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗൗരിയും അതുപോലെ നന്ദൂട്ടനും കൂടി ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നന്ദയാണെങ്കിൽ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് അതേ നമ്മുടെ നിർമ്മൽ വീട്ടിലേക്ക് കയറി വന്നു. നിർമ്മൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നന്ദ കുട്ടികളോട് കളിക്കാൻ പറഞ്ഞിട്ട് നിർമ്മലിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം നിർമ്മലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ ചെന്ന് നിർമ്മലിന് കൊച്ചു വന്ന കാര്യമൊക്കെ നിർമ്മൽ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ. അപ്പോൾ ഇതെല്ലാം പറയുന്നു. ആ കൂട്ടത്തിൽ നിർമ്മൽ അവിടെ വന്നിരുന്നു, വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇന്ത്യവരത്തിൽ പോയ ശേഷം ഉണ്ടായ സംഭവങ്ങളും കാര്യങ്ങളും ഇതെല്ലാം പറയുവാണ്. പിന്നെ ഗൗതം സാർ പറഞ്ഞ കാര്യങ്ങളും ഇതെല്ലാം നന്ദ നിർമ്മലിനോട് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗരിയും നന്ദൂട്ടനും കളിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ഡോക്ടർ ആൻറ്റിയുടെ അടുത്ത് ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദൂട്ടൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. നന്ദൂട്ടൻ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കൊച്ചു വരുന്നത് ഇവർ രണ്ടുപേരും കൂടെ കണ്ടില്ല. അപ്പോൾ എന്തിനാ പിന്നെ നന്ദ അത്രയും ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യവരത്തിലേക്ക് കുഞ്ഞിനെ പറഞ്ഞു വിട്ടത്, അതായത് ഗൗരിക്കുട്ടിയെ പറഞ്ഞു വിട്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞതാണല്ലോ, എന്തുകൊണ്ടാണ് ഞാൻ വിടേണ്ടി വന്നതെന്ന്, ഗൗതം സാർ ഇവിടെ വന്ന് നിർബന്ധം പിടിച്ചത് കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതുമാത്രമല്ല നിർമ്മൽ, ഗൗതം സാർ നിർബന്ധം പിടിച്ചിരുന്നെങ്കിലും ഒരിക്കലും ഞാനതൊന്നും ഏറ്റെടുക്കാൻ തയ്യാറാകില്ലായിരുന്നു. ഇപ്പം നന്ദൂട്ടൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ ഞാൻ ഏറ്റെടുക്കാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അത് വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിക്കുമ്പോൾ അത് ഗൗതം സാറായിട്ട് തന്നെ എന്നോട് പറഞ്ഞതാണെന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ പറയാം നിർമ്മലിനോട്. അപ്പോൾ കൊച്ചു തൊട്ട് പുറകിൽ വന്ന് നിൽക്കുക. നന്ദ ഇത് കാണുന്നില്ല. ഇവർ തമ്മിലാണെങ്കിലോ നന്ദൂട്ടൻ്റെ കാര്യങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അപ്പോൾ ഈ കുഞ്ഞിതൊക്കെ കേട്ടോണ്ട് നിൽക്കുക കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ നന്ദ ഇങ്ങനെ നിർമ്മലിനോട് പറയുന്നത് നന്ദൂട്ടൻ ഒരു അനാഥനാണെന്നുള്ളൊരിത്. അപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ നോക്കുക. അനാഥനോ? നന്ദ എന്തൊക്കെയാ പറയുന്നേ? നന്ദു പിങ്കിയുടെയും ഗൗതം സാറിൻ്റെയും മകനാണെന്ന് നന്ദ തന്നെയല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അതെ, അങ്ങനെ തന്നെയായിരുന്നു എൻ്റെയും വിശ്വാസം. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നതാണ്. എന്നല്ല, സത്യം അറിയാത്ത എല്ലാവരും അത് അങ്ങനെ തന്നെയാണ് വിചാരിക്കുകയുള്ളൂ. പക്ഷേ നന്ദുമോൻ ശരിക്കും ഒരു അനാഥനാണെന്നും ഗൗതം സാറും പിങ്കിയും ചേർന്ന് നന്ദുമോനെ ദത്തെടുത്തതാണെന്നുള്ള കാര്യം പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദൂട്ടനാകെ തകർന്നു പോയി. നന്ദൂട്ടൻ അത് സഹിക്കാൻ പറ്റിയില്ല. നന്ദൂട്ടൻ ഇങ്ങനെ കണ്ണൊക്കെ വല്ലാത്തതാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷെ ഒന്നും പ്രതികരിച്ചില്ല. നന്ദയുടെ അടുത്തേക്കോ അതുപോലെ നിർമ്മലിൻ്റെ അടുത്തേക്കോ പോയില്ല, ഒന്നും പറഞ്ഞുമില്ല. ഇങ്ങനെ ഇവർ പറയുന്നത് മുഴുവനും അവിടെ മാറി നിന്ന് കേൾക്കുക. അപ്പോൾ ഈ കൊച്ചിതെല്ലാം കേട്ട് ഇങ്ങനെ മനസ്സ് തകർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നന്ദൂട്ടനെ അവർക്ക് ദത്തെടുക്കേണ്ടി വന്നതാണെന്നും പിന്നെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും വേണ്ടതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഗൗതം സാറ് പിങ്കി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണെന്നും തുടങ്ങിയ എല്ലാ സത്യങ്ങളും ഇങ്ങനെ നന്ദ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗൗതം സാർ ഒരിക്കലും പിങ്കിയെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പിങ്കിയെ ഭാര്യയാക്കിയതാണെങ്കിലോ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുന്നതാണെങ്കിലോ എന്നിങ്ങനെ നിർമ്മൽ ഇങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് നന്ദയോട് പറയുമ്പം അതങ്ങനെ ഒരിക്കലും ആവില്ല, അതൊരിക്കലും സംഭവിക്കില്ല. കാരണം മറു സൈഡിൽ നിൽക്കുന്നത് പിങ്കിയാണെന്നുള്ള കാര്യം നന്ദ പറയുവാണ്. പിങ്കി പണ്ടും ഗൗതം സാറിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് നടന്നവളായതുകൊണ്ട് തന്നെ ഇത്ര കാലം കഴിഞ്ഞാലും പിങ്കി ആ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നും നന്ദ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും നമുക്കൊരു പ്രതീക്ഷ ഇട്ടുകൊണ്ട് വീണ്ടും നിർമ്മൽ സംസാരിക്കുകയാണ്. അപ്പം നിർമ്മലിനോട് പറഞ്ഞു, വേണ്ട നിർമ്മൽ, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല. ഏതായാലും നിർമ്മൽ ഈ അറിഞ്ഞ സത്യം ആരും അറിയാൻ പാടില്ലെന്നും അതുപോലെ തന്നെ ഒരിക്കലും നന്ദൂട്ടൻ ഇത് അറിയരുതെന്നും പറഞ്ഞു. പക്ഷെ കൊച്ചിതല്ല അറിഞ്ഞിട്ട് കൊച്ചു നേരെ മുറിയിലേക്ക് പോയി. അവിടെ പോയിരുന്ന കുഞ്ഞിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക, സങ്കടപ്പെട്ട് ആകെ ഒരു വിഷമവും സങ്കടവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ നന്ദൂട്ടൻ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്നു. പിങ്കിയുടെ അടിവേര് തോണ്ടി ചെയ്തു കൂട്ടിയതിനുള്ളതൊക്കെ പിങ്കിക്കും അതുപോലെ തന്നെ ഗൗതത്തിനും കിട്ടി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ സ്വന്തം കുഞ്ഞാണെന്ന് അവർക്കിതുവരെ അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ കൊച്ചുമുറിയിൽ പോയിരിക്കുകയാണ്. പിന്നെ നിർമ്മലും അതുപോലെ തന്നെ നമ്മുടെ നന്ദയും കൂടെ സംസാരിച്ചു. നിർമ്മല നേരത്തേക്ക് അടുത്ത ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് നിർമ്മല അങ്ങ് പോവുകയാണ്. അപ്പോൾ നിർമ്മല അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിങ്കി ആണെങ്കിൽ ഇന്ത്യവരത്തിൽ കൊച്ചിനെ വിളിക്കാൻ പോകുക. അപ്പോൾ ഗൗതം വിളിച്ചു പറഞ്ഞു പിങ്കിയോട് കുഞ്ഞിനെ വിളിക്കണമെന്നുള്ള കാര്യം, ഗൗതത്തിന് എത്താൻ പറ്റില്ല എന്ന്.
ശരിയെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി പോകാനായിട്ട് ഇറങ്ങുക. അപ്പോൾ വീട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞു, ഞാൻ പോയി നന്ദൂട്ടനെ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞു. എത്രയും പെട്ടെന്ന് പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് അരുന്ധതിയൊക്കെ പറയുന്നു. അവളുടെ അടുത്ത് ഒരുപാട് സമയമൊന്നും, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരുപാട് സമയമൊന്നും നന്ദൂട്ടനെ അവളുടെ അരികിൽ ഇരുത്തണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. അപ്പം അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ട്രീറ്റ്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണെന്ന് ആർക്കറിയാം, ഇതൊക്കെ ശരിയാകാൻ പോകുന്ന കേസ് വല്ലതും ആണോ എന്നൊക്കെ ഈ നമ്മുടെ മോഹിനി അവിടെ നിന്ന് ഒരു കുത്തും കോളും വെച്ചൊരു സംസാരവും കൂടി. മോഹിനിക്ക് പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ. മോഹിനി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം പിങ്കിക്ക് മറ്റേ കലിപ്പ് കിടക്കുക മോഹിനിയോട്. അപ്പോൾ മോഹിനി ചെറിയമ്മ അതിനെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടേണ്ട, അത് ചെയ്യേണ്ടവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോളും എന്ന് നമ്മുടെ പിങ്കി അങ്ങ് പറഞ്ഞു. എന്നിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പിങ്കി നേരെ പോവുക. അങ്ങനെ പിങ്കി പോയി. അപ്പോൾ നന്ദ ഇങ്ങനെ വീട്ടിലിരിക്കുന്നു. ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു, കയറി ചെന്നപ്പോൾ നന്ദ ഇറങ്ങി വരുന്നു. പിങ്കിയെ കണ്ടു. പിങ്കിയോ കയറി വരാൻ പറഞ്ഞു. ഞാൻ നന്ദൂട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പം ഓക്കെ, ഇനിയിപ്പോൾ നന്ദൂട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ വിളിച്ചതേ അമ്മ വന്നിരിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോഴേക്കും കൊച്ചു ഭാഗമൊക്കെ ആയിട്ട് ഇറങ്ങി വന്നു. അപ്പം ഇങ്ങനെ കുഞ്ഞിറങ്ങി വന്നിങ്ങനെ നിൽക്കുക. ആ സമയത്ത് മോനെ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിങ്കി കൊച്ചിനോട് ഭയങ്കര സ്നേഹപ്രകടനം. പക്ഷേ കൊച്ചു മൈൻഡ് ചെയ്യുന്നില്ല, പിങ്കിയുടെ നേരെ പോലും നോക്കുന്നില്ല. ആ സമയത്ത് എങ്ങനെയുണ്ട് നന്ദ, എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പിങ്കി ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ പിങ്കി അത് ചോദിക്കുന്നത് കേട്ടപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതല്ലേ ഉള്ളൂ, അതിൻ്റേതായ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളും കണ്ടു തുടങ്ങിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ നന്ദ പിങ്കിയോട് ചോദിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു നാളെ മോൻ വരില്ലേ എന്നിങ്ങനെ നന്ദ ചോദിക്കുക. അപ്പോൾ നന്ദ ഇങ്ങനെ ഒന്ന് നന്ദോട്ട് നോക്കി, എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പോൾ മോനെ നന്ദു ഇപ്പോൾ യാത്ര പോലും പറഞ്ഞില്ല, അല്ലെങ്കിൽ പോവാട്ടോ ഡോക്ടർ ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോകണ കൊച്ചാ. പക്ഷെ ഇന്ന് കൊച്ചു മൈൻഡ് പോലും ചെയ്തില്ല. ഇതെന്താ കൊച്ചു ഇങ്ങനെ പോകുന്നേ എന്നിങ്ങനെ എന്നിട്ട് ഇവർ ചിന്തിക്കുകയും ചെയ്തു. മോനെ നന്ദു എന്നും പറഞ്ഞ് പിങ്കി വിളിച്ചെങ്കിലും മൈൻഡ് പോലും കൊച്ചു പിങ്കിയേയും ചെയ്യുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നന്ദയും എന്തോ പോലെ, അപ്പം നന്ദ മോനെ നന്ദൂട്ടാന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴും കൊച്ചൊന്നും മിണ്ടാതെ നേരെ അങ്ങ് പോവുക. അപ്പോൾ ഇവനിതെന്താ പറ്റിയേ എന്നിങ്ങനെ പിങ്കി ചോദിച്ചു. അറിയില്ല, ഇത്രയും നേരം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ അറിയില്ല കാലിന് വല്ല വേദനയോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല. ഇതൊക്കെ പറഞ്ഞ് നന്ദോട്ടനെ പറ്റി ഇങ്ങനെ നന്ദ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരി നന്ദ, എന്നാൽ ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് യാത്ര പറഞ്ഞു. പിങ്കി അങ്ങോട്ടേക്ക് പോകണു. നന്ദ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് വണ്ടിയിൽ കയറി. ഈ സമയത്തൊന്നും നന്ദോട്ടനൊരു കമാന്നൊരു അക്ഷരം പോലും പിങ്കിയോടും മിണ്ടുന്നില്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.